കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്ക് കോട്ടയം കൊച്ചി മാർക്കറ്റിൽ വന്നിരിക്കുന്ന റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ദിവസേന ഉച്ചയ്ക്ക് വരുന്ന റബ്ബർ വിലകൾ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഒട്ടും സമയം കളയാതെ ഉച്ചയ്ക്ക് വന്നിരിക്കുന്ന റബ്ബർ വില നോക്കാം. രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് RSS 4 ഒരു കിലോയ്ക്ക് 241 രൂപയ്ക്കും RSS 5 ഒരു കിലോയ്ക്ക് 237 രൂപയ്ക്കുമായിരുന്നു. പിന്നെ അതിനുശേഷം റബ്ബർ വിലയിൽ വൻ കുതിച്ചുകയറ്റമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതായത് റബ്ബർ വില കോട്ടയം RSS 4 ഒരു കിലോയ്ക്ക് 246 രൂപ മുതൽ 247 രൂപ വരെയും, RSS 5ൻ്റെ വില ഒരു കിലോയ്ക്ക് 240 രൂപ, ലൂസിന് ഒരു കിലോയ്ക്ക് 234 രൂപ, ലോട്ടിന് ഒരു കിലോയ്ക്ക് 201 രൂപ മുതൽ 206 രൂപ വരെയും, ഒട്ടുപാൽ 80% DRC ഉള്ളതിന് ഒരു കിലോയ്ക്ക് 145 രൂപ മുതൽ 153 രൂപ വരെയും, ഒട്ടുപാൽ 75% DRC ഉള്ളതിന് ഒരു കിലോയ്ക്ക് 136 രൂപ മുതൽ 141 രൂപ വരെയും. ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വിലകൾ നോക്കാം. RSS 4 ഒരു കിലോയ്ക്ക് 245 രൂപ, RSS 5 ഒരു കിലോയ്ക്ക് 240 രൂപ. ഇതാണ് കൊച്ചിയിൽ നടക്കുന്ന വിലകൾ. ഇനിയിപ്പോൾ നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 216 രൂപ, 25% DRC ഉള്ള 200 ലിറ്റർ പാലിന് 10,800 രൂപ, 30% DRC ഉള്ള 200 ലിറ്റർ പാലിന് 12,960 രൂപ, 35% DRC ഉള്ളതിന് 15,120 രൂപ, 40% DRC ഉള്ളതിന് 17,280 രൂപ. ഇനിയിപ്പോൾ നടക്കുന്ന റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കൊട്ടാരക്കര RSS 4 ഒരു കിലോയ്ക്ക് 240 രൂപ, RSS 5 ഒരു കിലോയ്ക്ക് 236 രൂപ, ലൂസിന് ഒരു കിലോയ്ക്ക് 230 രൂപ, ലോട്ടിന് ഒരു കിലോയ്ക്ക് 208 രൂപ, ഒട്ടുപാൽ 138 രൂപ മുതൽ 147 രൂപ വരെ. ഇതാണിപ്പോൾ നടക്കുന്ന റബ്ബറിൻ്റെ വില. ഇനിയിപ്പോൾ നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കാം. കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് 725 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് 705 രൂപ, കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് 695 രൂപ. ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം. സ്വർണം 8 ഗ്രാം ഒരു പവന് 1,13,240 രൂപ. ഇതാണിപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.